പഴയ പതിവ് വിടുന്ന കോൺഗ്രസിനെ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കേരളം കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും അത് കണ്ടു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലും അതിന്റെ ആദ്യ സൂചനകൾ പ്രകടമാണ്. ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗം തന്നെ കോൺഗ്രസ് നടത്തി ഒരു മുഴം മുന്നേ എറിയുകയാണ്. ഇത് പലപ്പോഴും മുൻപ് ഉണ്ടായ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ചോദ്യം. ലിൻഡോ തോമസ് ഇക്കാര്യം കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പതിവിലും വ്യത്യസ്തമായി ഇത്തവണ UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ്. UDFന്റെ ഈ തീരുമാനം തെരഞ്ഞെടുപ്പിൽ UDFന് എത്രത്തോളം ഗുണം ചെയ്യൂ എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കിത് വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. ഏത് സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കാര്യമില്ല. ഇതൊരു മോസ്കോ പട്ടണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ. അത് ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. UDFന് വിജയിക്കാൻ കഴിയില്ല. ചരിത്ര വിജയം ഇവിടെ LDF ഒരുക്കും. ഷാഫിനെ എങ്ങനെയാണോ നമ്മളെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് പറിച്ചു മാറ്റി, അതുപോലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് PV അൻവറിനെ ബേപ്പൂരിലേക്ക് ഇറക്കുന്നത്. ആ തന്ത്രമൊക്കെ VD സതീശൻ്റെ പോക്കറ്റിൽ നാലായിട്ട് മടക്കി വെച്ചാൽ മതി. പിണറായി വിജയൻ പറഞ്ഞ 110 സീറ്റ് അത് ഇപ്രാവശ്യം LDF 110 111 എത്താന്നല്ലാതെ അതിൽ യാതൊരു കുറവും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ല. ഈ സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ആരും ഉപയോഗിക്കേണ്ട. പല ഭാഗങ്ങളിലും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാവും. പിന്നെ അതുപോലെ ഗ്രൂപ്പീസും വരും. അത് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കോൺഗ്രസിന് അവിടെ ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. നമുക്ക് വേറെ നമ്മുടെ അടുത്തുള്ള ലോക്സഭ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ മതി. അതിനൊരു ഉദാഹരണമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ ആരാണ് വിജയിക്കുമോ വിജയിക്കും. ജനങ്ങളാണ് പിന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കല്. ജനങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ആർക്കാണോ വോട്ട് ചെയ്യാൻ തോന്നുന്നത് അവർ വോട്ട് ചെയ്യും. അതിലിപ്പോൾ പിന്നെ UDF നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അതുകൊണ്ട് അവർക്ക് ഒരു വിജയം ഉറപ്പിക്കാനൊന്നും പറ്റൂല. ഈ LDFന്റെ ഭരണം ഈ 10 കൊല്ലം വലിയ മോശമൊന്നുമില്ല എന്നാണ്. എല്ലാം കൊണ്ട് 10 കൊല്ലമായിട്ട് പവർ കട്ടില്ല. സ്കൂളിൽ നോട്ട് പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല സ്മാർട്ട് ക്ലാസ് സ്കൂളുകളുണ്ട്. നല്ല ആരോഗ്യരംഗത്ത് അവരെ ഗവൺമെൻറ്റും പറയുന്നുണ്ട്, കർണാടക ഗവൺമെൻറ്റും പറയുന്നുണ്ട്. എല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തായാലും BJP ഭരിക്കുന്നിടത്തായാലും ഇവിടെ നല്ല 1-ാം നമ്പറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിലൊരു വലിയൊരു മാറ്റം വേണമെന്ന് ആവശ്യമില്ല. ഇവിടെ സാധാരണക്കാരനെ UDF വന്നിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് തല്ലാൻ സമയം ഉണ്ടാവും. ഇവിടെ സാധാരണക്കാരൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് ഇപ്പം നമ്മൾ ഈ മേഖല നോക്കുക. ഏത് മേഖലയിലും സാധാരണക്കാരന് ഗുണം വരണമെങ്കിൽ CPM തന്നെ വരണം. ഏത് സ്ഥാനാർത്ഥി വന്നാലും LDF ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തല്ല. അതിനൊക്കെ LDF മാത്രമേ ചെയ്യാം. നീ എത്ര നേരത്തെ ഇതാക്കിയാലും ശരി, നീ നേരെ വൈകിയാലും ശരി, ഗവൺമെൻറ്റിന് അത്രയും നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. 2000 ഉറുപ്പിക എത്ര ആൾക്ക് 10 കൊല്ലമായി പെൻഷൻ കൊടുക്കുന്നത്. ഇതുവരെ ആർക്കെങ്കിലും കിട്ടാമെന്നോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ജനങ്ങൾ ഈ ചോദ്യത്തിന് നൽകിയിരിക്കുന്നത്. ഇതിന് ഉത്തരം നൽകാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരുന്നേ മതിയാവൂ. ക്യാമറാമാൻ സുൽത്താനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.